ഹലോ ഗൈസ്, വെൽക്കം ടു ഓൾ അബൌട്ട് സ്പോർട്സ്. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ന് കഴിഞ്ഞ T20 വേൾഡ് കപ്പ് മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് 4 പേരുണ്ട് നമ്മുടെ അവിടെ, സോ കുറച്ചധികം ഇൻസൈറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ റോഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാച്ചിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് നടക്കുകയോ ഇല്ലയോ, ഫോർ വേരിയസ് റീസൺസ്, പൊളിറ്റിക്കൽ ആൻഡ് പല കാരണങ്ങൾ. അപ്പോ എന്തായിരുന്നു റോഷന്റെ ഒരു എക്സ്പെക്ടേഷൻ, ലൈക്ക് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഇത് നടന്നാൽ എന്താണ് റോഷൻ ഉദ്ദേശിച്ചത്? ഇതിപ്പോ എല്ലാരും പറയുന്ന പോലെ എന്താ പറയാ ഒരു എൽ ക്ലാസിക്കോ എന്നുള്ള രീതിയിലാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ പണ്ടൊക്കെ നടക്കുന്ന പോലെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇപ്പൊ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ടീമുകളുടെ വ്യത്യാസം തന്നെ. ഇപ്പോ പാകിസ്ഥാൻ ടീമായാലും ഇന്ത്യൻ ടീമായാലും നല്ല ഡിഫറൻസ് ഉണ്ട്. അവരുടെ റാങ്കിങ് ആയാലും കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഫോം ആണെങ്കിലും പാകിസ്ഥാൻ പ്ലേയേഴ്സ് ഭയങ്കര ഡൗൺ ആണ്. അവര് പാകിസ്ഥാൻ ഇപ്പൊ പേരെടുത്ത് പറയാൻ തന്നെ ഇപ്പൊ ലാസ്റ്റ് ഓസ്ട്രേലിയ കഴിഞ്ഞ സീരീസ് അല്ലാണ്ട് അതും അവര് കളിച്ചത് അവര് ഹോം ഗ്രൗണ്ടിലാണ്. അത് കുറെ വിവാദങ്ങളുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ പ്ലേയേഴ്സ് അല്ല മറ്റേ ഈ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് പറയുന്ന പോലെ തന്നെ പിച്ച് അവർക്ക് അനുകൂലമാക്കിയിട്ട് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിന് എതിരെ എന്നുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ആ ഒരു സീരീസ് അല്ലാണ്ട് അവർക്ക് പേരെടുത്ത് പറയാൻ പറ്റുമൊന്നുമില്ല. അപ്പോ ഒരു കളിയുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു ഷുവർ ഷോട്ട് മാച്ച് എന്തുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെയല്ല കളി വന്നത്. പാകിസ്ഥാൻ ഒരു ചെറിയ ഫൈറ്റ് ഒക്കെ ഇട്ടു. അത് ഒബ്വിയസ്ലി ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം 175 എന്നുള്ള സ്കോറിൽ ഇന്ത്യന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ ഒതുക്കി. ഇന്ത്യന്റെ ബാറ്റിംഗ് ലൈനപ്പ് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ആ ബാറ്റിംഗ് ലൈനപ്പ് 175 ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു മൊമെന്റം ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോൾ എന്തുകൊണ്ടും ഉണ്ടായിരുന്നു. അത് ഒരു 14ാമത്തെ മറ്റേ ഓവറിൽ വരെ 126 റണ്ണൊക്കെ ഉണ്ടായിരുന്നു. നല്ല മൊമെന്റത്തിൽ പോണെന്ത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ സൈം അയ്യൂബിന്റെ ഓവറിൽ 2 വിക്കറ്റും വന്ന് പിന്നെ പാണ്ഡ്യ വരെയൊക്കെ പോയതിനു ശേഷം ഇന്ത്യൻ ടീം ഡൗൺ ആയി. ലാസ്റ്റ് റിങ്കും ശിവൻ ദുബൈയും പോയിട്ട് അത്യാവശ്യം നല്ല സ്കോറിൽ എത്തിച്ചു. പക്ഷെ എന്നാലും 175 എന്നുള്ള സ്കോറിൽ ഇന്ത്യനെ ഫിനിഷ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അതെ, പക്ഷെ എന്നാൽ ആ ഒരു ഗ്രൗണ്ടിൽ അതൊരു അബവ് പാർ സ്കോർ അല്ലേ, ഒരു ഫൈറ്റിംഗ് സ്കോർ അല്ല. ഒബ്വിയസ്ലി ഫൈറ്റിംഗ് സ്കോർ ആണ്. കാരണം നമുക്ക് പാകിസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പ് എടുത്തു നോക്കിയാൽ അറിയാം. പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വിക്കറ്റ് കിട്ടിയത് സ്പിന്നേഴ്സിന് നല്ല ടേൺ. ഇപ്പൊ സൈം അയ്യൂബിന്റെ ബോളിലൊക്കെ ഭയങ്കര ടേൺ ഇട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി ടേൺ കിട്ടുന്ന ഒരു പിച്ചിലാണെങ്കിൽ ഇന്ത്യൻ ബോളേഴ്സിന്റെ കയ്യിൽ കിട്ടിയ പിന്നെ പറയണ്ടല്ലോ. കുൽദീപ് യാദവ് ആണെങ്കിലും വരുൺ ചക്രവർത്തി ആണെങ്കിലും എറിഞ്ഞിടുന്നുള്ള നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ആ ഒരു 175 അത്യാവശ്യം നല്ല സ്കോർ ആയിരുന്നു. പക്ഷെ പാകിസ്ഥാന് ആ സെക്കൻഡ് ഇന്നിങ്സ് കളിക്കുമ്പോൾ നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒബ്വിയസ്ലി ഫസ്റ്റ് ഇന്നിങ്സ് ഹർദിക് പാണ്ഡ്യയും ബുംറയും പോയിട്ട് ഫസ്റ്റ് ഒരു 3-4 വിക്കറ്റ് എടുത്തോട് പോയിട്ട് മറ്റേ മൊമെന്റം ബ്രേക്ക് ആയി. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് അറിയാം ഇറങ്ങുന്നത് ബാബർ അസം കൊണ്ടുവന്നു. അവർക്ക് ഒരു ആ മൊമെന്റം കീപ്പ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഫോം എനിക്ക് ഒരിക്കലും ഇല്ല. ഇപ്പൊ മറ്റേ ബാബർ അസം വന്ന സമയത്താണെങ്കിൽ മറ്റേ ഫോം ഉണ്ടായിരുന്നല്ലാണ്ട് ഇപ്പൊ ഈ സമയത്ത് ബാബർ അസമിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും സ്കോർ ചെയ്യുന്ന രീതികളാണെങ്കിലും ഒരു തരം ഒരു സെൽഫിഷ് രീതിയാണ്. അതായത് വെറും റൺസ് ബോൾസ് നോക്കാണ്ട് റൺസ് സ്കോർ ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ബാബർ അസം പോകുന്നത്. പിന്നെ പറയത്തക്ക ഒരു മിഡിൽ ഓർഡറോ ഫിനിഷറോ അവർക്കില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ നോക്കുമ്പോ ഇന്ത്യക്ക് എന്തുകൊണ്ട് അനുകൂലമായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ഒരു മറ്റേ ഈ ഒരു മൊമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. റോഷൻ പറഞ്ഞിരുന്നത് ബേസിക്കലി ഒരു വൺ സൈഡഡ് ഗെയിം പോലെയാണ് തോന്നിയത്. എനിക്കൊരു ഏകദേശം ഒരു 70-30 ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു 4 ഓവർ കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 100% ഒരു ഇന്ത്യൻ വിക്ടറി പോലെ ആയിരുന്നു. അതെ, വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റോഷൻ അവിടെ ഉന്നയിച്ചത്. അപ്പൊ വരുണിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പൊ റീസെന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ റീസെന്റ് ഹെഡ് ടു ഹെഡ്സ് നോക്കിയാല് ഇന്ത്യ വളരെ ഡോമിനന്റ് ആണ് അല്ലെ. ഐ തിങ്ക് ഒരു 6-7-0 പാകിസ്ഥാനായിട്ട്. അപ്പൊ വരുൺ ഈ ഒരു മാച്ച് എങ്ങനെയാ നോക്കിക്കണ്ടത്? എന്താണ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്? ആൻഡ് മാച്ച് എങ്ങനെ പാൻ ഔട്ട് ചെയ്തു? എന്ത് തോന്നുന്നു? ഇന്ത്യൻ ഓപ്പണേഴ്സ് ഫസ്റ്റ് അഭിഷേക് ശർമ്മ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഈ ഗ്രൗണ്ടിലും ഈ 2 കളി അഭിഷേക് ശർമ്മ വാസ് മച്ച് 0. 2 കളിലും 0 ആയിരുന്നു. മെയിൻ everyone was predicting him to be the player of the series. അത് ഒരു ഡൗൺഫോൾ ആയി മാറി ഇന്ത്യക്ക്. ഇഷാൻ കിഷൻ എവിടെയും ഇല്ലാതെ BCCI കോൺട്രാക്റ്റിൽ പോലെ ഇല്ല പ്ലെയർ. വന്നു 2 കളി കിട്ടിയ അവസരം മുതലാക്കി. പിന്നെ 1 ഡൗൺ തിലക്ക് ഇന്ന് സ്ലോ ആയിരുന്നു, കണ്ടറിയായിരുന്നു. സ്പിന്നേഴ്സ് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പിന്നർ. പിന്നെ സൂര്യ kept the innings കളിച്ചു. പിന്നെ
ഹാർദിക് പാണ്ഡ്യ മിഡിൽ ഓഫ് നിന്ന് വന്നതാണ്. അതെ. അത് ഗൗതം ഗംഭീർ എന്തായാലും എല്ലാരും ടീം മാനേജ്മെന്റ് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും സ്കോർ കുറവാണ്, ഇനി അടിച്ചു കളിക്കാൻ നോക്കുന്നത്. അതായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ പ്ലാൻ. ഫസ്റ്റ് ബോൾ ഇട്ട് ഒക്കെ നോക്കി ഔട്ടായി. പിന്നെ ശിവം ദുബെ റിങ്കു സിംഗും ബിൽഡ് ചെയ്തു, പ്രോപ്പർ ഫിനിഷിംഗ് ടച്ച് അവർ കൊടുത്തു, സ്കോറിലേക്ക് എത്തിച്ചു, ഫൈറ്റിംഗ് ചെയ്യാനുള്ള ഒരു സ്കോറിലേക്ക് എത്തി. പിന്നെ പാകിസ്ഥാൻ ദ മെയിൻ അവരുടെ ഓപ്പണർ ഷർജദ ഫറാൻ, ദ ഡിപെൻഡന്റ് മാൻ. ആ ഫസ്റ്റ് ഓവറിൽ തന്നെ പോയപ്പോ കളി അവിടെ കഴിഞ്ഞ എല്ലാവർക്കും അപ്പൊ വരുന്ന അതാണ് ഒരു തോട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ജിഷ്ണു, ഈ കളിക്ക് മുന്നേ ആയിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ നമ്മള് പല മീഡിയ സ്ക്രിപ്റ്റ് ബസ് പല ഇതിൽ കണ്ടു പറഞ്ഞാല് ഇതൊരു ഇന്ത്യയുടെ ബാറ്റിംഗ് വേഴ്സസ് പാകിസ്ഥാന്റെ ഒരു ബോളിംഗ്, അതായിരുന്നു ഒരു മെയിൻ ഒരു അട്രാക്ടിങ് പോയിന്റ്. അപ്പൊ ജിഷ്ണുയുടെ ഒരു വിലയിരുത്തൽ എന്തായിരുന്നു ആ ഒരു കോൺടെസ്റ്റ് മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പോ? ഈ കളിയെ കുറിച്ച് സംബന്ധിച്ച് ഈ ഒരു വാലിഡ് പോയിന്റ് ആണ്. അതായത് എക്കാലത്തും ഒരു ഫാസ്റ്റ്, അതായത് വേഗതയിലെ ഏറ്റവും മികച്ച ബോളേഴ്സിനെ സൃഷ്ടിച്ച ഒരു ടീമാണ് പാകിസ്ഥാൻ. അവർ പാകിസ്ഥാന്റെ ഈ ബോളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിലേക്ക് വരുമ്പോൾ ഫുൾ സ്പിന്നേഴ്സ്, അതായത് ഏകദേശം 5ഓളം സ്പിന്നേഴ്സിനെ വെച്ചിട്ടാണ് അവർ ആ ബോളിംഗ് നിരേന ഓപ്പറേറ്റ് ചെയ്യുന്നത്, വെറും ഒരു ഫാസ്റ്റ് ബോളർ വെച്ചിട്ട്. അപ്പൊ ഇന്ത്യൻ ബാറ്റേഴ്സ്മെൻ ഓൾറെഡി എല്ലാവരും ഫോമാണ്. അതിനകത്ത് ഇപ്പം വരുൺ പറഞ്ഞ പോലെ അഭിഷേക് ശർമ്മനെ എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ, ഇവൻ തോ ഞാനും റേറ്റ് ചെയ്ത്, അതായത് എന്റെ മനസ്സിൽ ഒരു ഹയസ്റ്റ് സ്കോർ T20 എടുക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ഞാൻ വിചാരിച്ച ഒരാളാണ്. അപ്പോ അഭിഷേക് ശർമ്മ അവിടെ ഫെയിൽ ആകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലെയറാണ് പെട്ടെന്ന് ഇതിനകത്തേക്ക് വരുന്നത്. അതായത് ഇഷാൻ കിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇപ്പൊ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻ എല്ലാവരും അതിശയത്തോടെയും, അല്ലെങ്കിൽ ഒരു പക്ഷെ ആളുടെ ഹേറ്റേഴ്സ് ഒരു ആളെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രത്തിൽ ഇല്ലാത്തൊരു പ്ലെയർ വരുന്നു, എന്നിട്ട് ആ ടീമിനെ മൊത്തത്തിൽ, അതായത് പണ്ട് നടന്ന ഒരു പാകിസ്ഥാൻ മത്സരത്തിലും ഇഷാന്റെ വളരെ നല്ലൊരു ഇന്നിങ്സ് ശ്രീലങ്കയിൽ വെച്ച് തന്നെ നടന്നിട്ടുണ്ട്, ഏഷ്യ കപ്പിൽ വെച്ച്. അതേ അവിടെ അവസാനിപ്പിച്ചോ അത് എഗെയിൻ തുടങ്ങുന്നു. ആ ഒരു ഒറ്റ അടിയാണ്, അതായത് ആ എടുത്ത നമ്മളെ പവർ പ്ലേയിൽ എടുത്ത ആ ഒരു സ്കോറാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയി മാറിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയ സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ പറ്റില്ല. സോ റോഷൻ ആദ്യം പറഞ്ഞ പോലെ ഈ 175 ഒരു നല്ല സ്കോറും ഒരു 30% പോലും എനിക്ക് തോന്നിയില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശ്രീലങ്കൻ പിച്ച് ആൻഡ് ദ കണ്ടീഷൻ ആൻഡ് ദ ഗ്രൗണ്ടിന്റെ വലിപ്പം, 70 മീറ്റർ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു T20 മാച്ചിൽ ഇല്ല. അതായത് വളരെ വലിയ ഗ്രൗണ്ട്, ഒരു കടലോളം പോലത്തെ ഒരു ഗ്രൗണ്ടാണ് അത്. ആ ഗ്രൗണ്ടിൽ 175 എടുക്കണമെങ്കിൽ ഈസി അല്ല അഗെയിൻസ്റ്റ് സ്പിന്നേഴ്സ്. അത് വളരെ വലിയ സ്കോറാണ്. ആ സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോൾ പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാന്റെ ഈ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ഫറാൻ അടിച്ചിട്ട് ഇല്ല, തുടക്കം കിട്ടിയാൽ ഒരു പക്ഷേ അവർക്ക് വാലിഡ് പോയിന്റ് വരുന്നത് ഫിനിഷേഴ്സിന്റെ അഭാവം. കാരണം അവർ കൊണ്ടുവരുന്നത് ബോളേഴ്സിനെയാണ്. ഡിപ്പെൻഡ്, എല്ലാവരും ബോൾ ചെയ്യും ആൻഡ് ഓൾസോ ബാറ്റിംഗ് ചെയ്യും. ബട്ട് മീൻസ് ഒരു നമ്മുടെ ഹർദിക് പാണ്ഡ്യ ലെവലിലേക്ക് വരാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സ് അല്ല, ദേ ആർ ബോളിംഗ് ഓൾറൗണ്ടേഴ്സ്. അപ്പൊ അവിടെ ഒരു എപ്പോ അപ്പർ ഹാൻഡ് ഇന്ത്യക്കുണ്ട്. ആൻഡ് ഓൾസോ ഈവൻ ദ പാസ്റ്റിലെ വിക്ടറി നോക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് വിജയം അനിവാര്യമല്ല, പാകിസ്ഥാനാണ് ഒരു വിജയത്തിന് വേണ്ടി അപ്പൊ അവർ ആ പ്രഷറിലാണ് കളിക്കേണ്ടത്. ആ സ്കോറും കൂടി വന്നപ്പോ സ്വാഭാവികമായിട്ടും ഒരു ഭയങ്കരമായിട്ട് അവർക്ക് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ 175 എത്തിയപ്പോ അതൊരു വിന്നിങ് സ്കോറാണ്, അതിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ഈസി അല്ല. പിന്നെ ഈ ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വളരെ നന്നായിട്ട് ചെയ്തു. അവരുടെ പാർട്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തു. അതിൽ നമ്മൾക്ക് ഇങ്ങനെ പവർ പ്ലേയിൽ നല്ല സ്കോർ വന്നു. ആഫ്റ്റർ 7-12 ഒരു നല്ല സ്കോർ, അതായത് ഏകദേശം 9 സംതിങ് റൺ റേറ്റ് തന്നെ സ്കോർ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നത് 15 തൊട്ട് 18 വരെയുള്ള ഓവറിൽ നമുക്ക് കൂടി വന്നത്, അതായത് ലാസ്റ്റ് ഒരു 15 റൺ. പക്ഷെ ഇതിനിടയിൽ നമ്മളെ ചിലപ്പോൾ തിലകിന്റെ ഇന്നിങ്സ് സ്ലോ എന്നും സൂര്യകുമാറിന്റെ ഇന്നിങ്സ് സ്ലോ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ വിക്കറ്റ് പോകാതെ കളിയെ കൊണ്ടുപോയ രീതിയിലുള്ളതാണ് അതാണ് ആ ഒരു സ്ഥാനം ഇന്ത്യക്ക്. അതായത് അവരെ ബാറ്റിംഗ് നിര വളരെ അടിപൊളിയായി ചെയ്തു. എവിടെയാണോ ബാറ്റിംഗ് നിര അവസാനിപ്പിച്ചത് അവിടെ നമ്മുടെ ബോളിംഗ് നിരയും നന്നായിട്ട് പ്രകടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതൊരു വൺ സൈഡ് മാച്ച് ആയിട്ട് വളരെ വളരെ മികച്ച ഒരു ഇൻസൈറ്റ് ആണ് ജിഷ്ണു തന്നത്.
റോഷ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ റെക്കോർഡ് ഇപ്പൊ നോക്കിയാൽ 11 T20 വേൾഡ് കപ്പ് മാച്ചസ് അൺബീറ്റൺ ആണ് ഇപ്പോ. ഒരു വിജയഗാഥ ഒരു റണ്ണിലാണ് പോകുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു ഫോമും? ഇനി മുന്നോട്ട് കുറെ അധികം കളികളുണ്ട്. നമുക്ക് ഈ ഒരു ഫൈനലൊക്കെ ജയിക്കണമെങ്കിൽ അത്യാവശ്യം കളികൾ ബാക്കിയുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു, ഈ ഒരു വിന്നിംഗ് റൺ കണ്ടിന്യൂ ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ? അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഫേവറേറ്റ്സ് ആണ്. ഇപ്പോ നമുക്കെല്ലാം അറിയാം, ഹോം ഗ്രൗണ്ട് ആണ്, ഹോം സിറ്റുവേഷൻ ആണ്, അവർക്ക് അത്രയും ഫെമിലർ ആയിട്ട് സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ടീമുകൾ നമ്മൾ ഒരിക്കലും തരം താഴ്ത്തി കാണുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഈ റെക്കോർഡ് സ്ട്രീക്ക് പറഞ്ഞ പോലെ നമുക്ക് മറ്റേ സൗത്ത് ആഫ്രിക്ക റെക്കോർഡ് സ്ട്രീക്ക് ലാസ്റ്റ് 20 T20 വേൾഡ് കപ്പ് മാച്ചസിൽ ഒരു മാച്ചാണ് അവർ തോറ്റ്. അത് 2024 വേൾഡ് കപ്പ് അത് നോക്കണം. അപ്പൊ ആ ഒരു കേസ് എടുത്താൽ മറ്റേ സൗത്ത് ആഫ്രിക്ക ഇപ്പൊ കളിക്കുന്ന ഒരു കളി എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ഗെയിമാണ്. ഒരു ബോളർമാർ ആയിക്കോട്ടെ, മറ്റേ ബാറ്റേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാരും ഫോമിലാണ്. പക്ഷെ അവര് അഫ്ഗാനിസ്ഥാൻ ഒന്ന് വെള്ളം കുടിപ്പിച്ചു. അവര് അഫ്ഗാനിസ്ഥാനെ വെള്ളം അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ചെറിയ മറ്റേ ടീമല്ല. ന്യൂസിലാൻഡ് കളിച്ചിട്ട് 154 സ്കോർ ചെയ്ത ടീമാ. പിന്നെ അവരെ മറ്റേ കളിക്കണ ബോളേഴ്സ് ഒക്കെ അടിപൊളി ബോളേഴ്സ്. ബാറ്റ്സ്മാൻമാരൊക്കെ ഇപ്പൊ ബാറ്റ്സ്മാൻമാരെ ഒരു കേസിൽ മാത്രമാണ് ഈ അഫ്ഗാനിസ്ഥാൻ എല്ലാം നമ്മൾ മറ്റേ താഴ്ത്തി പറഞ്ഞത്. പക്ഷെ ആ കേസൊക്കെ മാറി. ഇപ്പൊ നമുക്ക് ആരൊക്കെ ഉണ്ട്, മറ്റേ ഗുർബാസ്, പിന്നെ അസ്മത്തുള്ള ഉണ്ട്. അസ്മത്തുള്ളൊക്കെ പ്രോപ്പർ പവർ ഹിറ്റർ ആയിരിക്കണം. അവർക്ക് ആ ഒരു മിഡിൽ ഓർഡറിൽ വേണ്ട ഒരു ഫിനിഷ് അവർക്ക് ഒബ്വിയസ്ലി അസ്മത്തുള്ള കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് ഹോഴ്സ് എഫക്ട് നമുക്ക് ഇന്ത്യക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? അത് ഇന്ത്യക്ക് വരാൻ ചാൻസ് കുറവാണ്. കാരണം എനിക്ക് തോന്നി മറ്റേ സൗത്ത് ആഫ്രിക്കയായിട്ട് കളിക്കണ കളി അവർക്ക് ഇന്ത്യയായിട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ബോളേഴ്സ് വ്യത്യാസമുണ്ട്, ബോളേഴ്സ് എറിയണ രീതി വ്യത്യാസമുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് മറ്റേ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ കുൽദീപിനെ പോലത്തെ ഒരു ചൈനമാൻ മറ്റേ ബോളർ മറ്റേ സൗത്ത് ആഫ്രിക്കക്ക് ഇല്ല. ഒരു വരുൺ ചക്രവർത്തിനെ പോലത്തെ ഒരു മിസ്റ്ററി സ്പിന്നർ ഇല്ല. ബുംറയെ പോലത്തെ ഒരു പേസർ ഇല്ല. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇത് വരുമ്പോ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും. വളരെ കറക്റ്റ്. എന്തായാലും വളരെ ഒരു നല്ല ഒരു പ്രകടനമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പാകിസ്ഥാനിന് ഒരു ചാൻസും ഇല്ലായിരുന്നു. നമ്മൾ പല ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു, നമ്മുടെ ബാറ്റിംഗ്, ബോളിംഗ് പെർഫോമൻസസ്. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു വിജയഗാഥ മുന്നോട്ട് തന്നെ പോട്ടെ. എല്ലാ മാച്ചസും ജയിച്ച് ഫൈനല് ജയിച്ച് കപ്പ് നമ്മളെ ഹോം കൺട്രിയിൽ നിന്ന് തന്നെ നമുക്ക് കപ്പടിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ഇനി അടുത്ത മാച്ചിന്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.